വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. വെള്ളിയാഴ്ചയാണ് പെരുന്നാളെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സുന്നത്തായ ഈദാണ്, മറ്റൊന്ന് നിർബന്ധമായ ഈദാണ്. സുന്നത്തായ ഈദിന് എക്സ്റ്റംഷൻ ഉണ്ട്. അയാൾ വന്നില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, അയാൾക്ക് എന്തില്ല, പെരുന്നാള് നിസ്കാരത്തിന്റെ കൂലി പോകും. പക്ഷെ അയാൾ പെരുന്നാളിന് വന്നില്ല വെച്ചാണ്ട് വന്നു വിചാരിച്ചാണ്ട് ജുമാക്ക് വരാതിരുന്നാലോ വലിയ അപകടമാണ്. അവിടെ ഉണ്ടായി ഈ കേരളത്തിൽ ഫിത്തന ഉണ്ടാക്കി. ഇതേ ഇസ്ലാഹി ആദർശത്തിനകത്ത് ഉൾപിരിവുണ്ടാക്കിയ മനുഷ്യന്മാർക്ക് എല്ലാത്തിനും ഫിത്തന ഉണ്ടാക്കുക എന്നുള്ളു. അപ്പൊ വെള്ളിയാഴ്ച ജുമാ നടക്കണം, പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമാ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല, ഖതീബിടെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല, പങ്കെടുക്കുന്ന നിർബന്ധമില്ല. പക്ഷെ ഞമ്മക്കിടയിൽ തന്നെ സഹോദരങ്ങളെ സലഫിയത്തിന്റെ കുപ്പായി ഇട്ട് ഞങ്ങളാണ് ഒറിജിനൽ ദീനി പ്രവർത്തകന്മാരെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ അടുത്ത് ഈ വിഷയത്തിൽ പോലും വിവാദം ഉണ്ടാക്കി. രണ്ട് ഈദ് ഒന്നിച്ച് വന്നാൽ വെള്ളിയാഴ്ച പള്ളി കമ്മിറ്റി മാത്രം മതി, മൈക്ക് സെറ്റ് ഓണാക്കാൻ ഒരാൾ മതി, അത്രേ, ഇമാമും വേണ്ട, ഒന്നും വേണ്ട, നൂറുസ്കരിക്കാൻ പറ്റുന്ന ആൾക്കാർ നൂറുസ്കരിച്ച് പോയിക്കോട്ടെ. എവിടുന്നാണ് നിനക്ക് ദീൻ പഠിച്ച്? ഫഖീഹായ കർമ്മശാസ്ത്ര മസലകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ അതെന്തിനാ വീഡിയോ എടുക്കേണ്ട ആവശ്യം? പള്ളിനുള്ളിൽ നിന്ന് വയസ്സായിട്ട് പറഞ്ഞു കൊടുത്താൽ പോലെ. ഇപ്പൊ എന്തുണ്ടായി? അത് ക്ലിപ്പിട്ട് മറ്റുള്ളവർ പറയാണ്, കണ്ടില്ലേ പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്താൽ പിന്നെ അവന് വെള്ളിയാഴ്ച ജുമാക്ക് വരേണ്ടതാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. മുജാഹിദീകൾ അങ്ങനെ പറയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള കള്ളനാണയങ്ങൾ പറയും. ഓർക്ക് അള്ളാനെ ഖുർആൻ വരെ തുറക്കാനും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അവർ. രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമാ നിർബന്ധമില്ല, നമ്മൾ 2 ജുമാക്കും വരണം. പെരുന്നാളാകുന്ന ഇതിനും വരണം, ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ചയും വരണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സാഹചര്യം ഉണ്ട്, അത് ആ കാലഘട്ടത്തിലാണ്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ എന്തിനെങ്ങനെ വെറൈറ്റി ഇസ്ലാമിന് ഉണ്ടാക്കണേ, ഫിത്തന ഉണ്ടാക്കണെന്തിനാ? അല്ലെങ്കിൽ തന്നെ ജനങ്ങള് മൂക്കാരിട്ട് വലിച്ച പള്ളിക്ക് വരാത്ത കാല അല്ലേ? ഓർക്ക് പിന്നെ ഒരു ഏണിയാണ് വെച്ചു കൊടുക്കുക. ജുമാക്ക് എല്ലാ ആവശ്യമില്ല, പള്ളി കമ്മിറ്റിയും വേണ്ട, അവിടെ ആകെ മൈക്ക് ഓണാക്കാൻ ഒരാൾ മതി, പിന്നെ നൂറുസ്കരിക്കാൻ ഇമാമു മതി. എങ്ങനെ സഹോദരങ്ങൾ നിർബന്ധമാണ് ജുമാ? ഒരു നിർബന്ധം ഒരു കേവലം രാവിലത്തെ സുന്നത്ത് നിസ്കാരം കൊണ്ട് വീടുവോ? നിങ്ങൾ പറഞ്ഞേരി, എങ്ങനെ മറികടക്കല്? എന്ത് മസലാണ് അയാൾ പറയണത്? അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമാ നിർബന്ധമില്ല, പിന്നെ ഞാൻ ദൂരം എവിടെ നിസ്കരിക്കാം? പള്ളിയിൽ ജുമാ നിസ്കരിക്കുമ്പോൾ എനിക്ക് 200 മീറ്റർ അപ്പുറത്തിന്റെ വീട് നിൽക്കുന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ദൂരം നിസ്കരിക്കലാ? അപ്പൊ ദീനിനെ അങ്ങനെയാണ്ട് ലളിതാക്കല്ലേ.